12 സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഏജ് 20 ആണ്. ഇതിൻ്റെ കൂടെ ഒരാളും കൂടെ ചേർന്നപ്പോൾ ആവറേജ് ഏജ് 1 കുറഞ്ഞു. അതായത് ടോട്ടൽ എന്ന് പറയുന്നത് ആവറേജ് ഇൻറ്റു നമ്പറാണ്. 12 സ്റ്റുഡൻസിൻ്റെ ആവറേജ് എത്ര തന്നിട്ടുണ്ട്? 20. 20 ഗുണം എത്ര പേരുടെയാണ്? 12. അതായത് 240 വരും. 12 പേരുടെ സ്റ്റുഡൻസിൻ്റെ. ഇപ്പം നമ്മൾ ഒരാളും കൂടി ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ടോട്ടൽ 12 എന്നുള്ളത് 13 സ്റ്റുഡൻസ് ആയി. 13 സ്റ്റുഡൻസ്. അപ്പോൾ ആവറേജ് എത്രയായിട്ട് കുറഞ്ഞു? അന്നേരമുള്ള ആവറേജ് എത്രയാണ്? 1 കുറഞ്ഞു. 20-ൽ നിന്ന് 1 കുറഞ്ഞു. ഈസ് ഡിക്രീസ്ഡ് ബൈ 1. അതായത് 19 വന്നു. 19 ആവറേജ് 19 ആയി. 19 ഗുണം എത്ര വന്നു? 13. 247 വരും. അതായത് 13 സ്റ്റുഡൻസിൻ്റെ മൊത്തം സം ഓഫ് ഏജസ് 247. അപ്പോൾ 247-ൽ നിന്ന് 240 കുറച്ചാൽ മതി. 7. ഓപ്ഷൻ സി ആണ് ഉത്തരം. 7. 12 സ്റ്റുഡൻസ് ആയിരുന്നപ്പം ആവറേജ് എത്രയാണ്? ആവറേജ് എന്ന് പറയുന്നത് 20 ആണ്. അതായത് ടോട്ടൽ എന്ന് പറയുന്നത് ടോട്ടൽ ഏജ് ഓഫ് 12 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻറ്റു നമ്പർ. ആവറേജ് സമയം ടോട്ടൽ ബൈ നമ്പർ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ടോട്ടൽ ഏജ് 12 സ്റ്റുഡൻസിൻ്റെ ടോട്ടൽ ഏജ് എത്രയാണ്? ആവറേജ് ഗുണം 12. അതായത് 240 വരും. ഒരാളും കൂടെ കൂടിയപ്പോൾ ടോട്ടൽ ഏജ് ഓഫ് 13 സ്റ്റുഡൻസ്. 12 എന്നുള്ളത് 13 സ്റ്റുഡൻസ് ആയി. അപ്പോൾ എത്ര വന്നു? അന്നേരം ആവറേജ് എത്ര ആയിട്ട് കുറഞ്ഞെന്നാണ് പറഞ്ഞത്? 20-ൽ നിന്ന് 1 കുറഞ്ഞു. അതായത് 19. 19 ഗുണം എണ്ണം എത്രയാണ്? 13. 12 പേരെന്നുള്ളത് 13 ആയി. 47. 13 ഒരാളും കൂടെ കൂടിയപ്പോൾ ടോട്ടൽ 247 ആയി. 12 പേരുടെ ടോട്ടൽ 240. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചാൽ മതി. 7.